ഓക്കെ, അപ്പോൾ ഒരു 25,000 രൂപേൻ്റെ താഴെ ഒരു അടിപൊളി ഫോൺ നോക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇറങ്ങിയിട്ടില്ല, അതായത് ഐക്യൂൻ്റെ ഒരു ഇവൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഐക്യു Z9 സീരീസ് ഉണ്ടായിരുന്നു. ഐക്യു Z9ഉം Z9S Z9S Pro. ഓക്കെ, നമ്മൾ Z9S ഒക്കെ ഏകദേശം 20,000 റേഞ്ചിൽ വരുന്ന ഫോണാണ്. സോ നിങ്ങളൊരു 20,000 റേഞ്ചിൽ നോക്കുന്ന ആൾക്കാരാണെങ്കിൽ Z9S നോക്കാം. അത്യാവശ്യം നല്ലൊരു വാല്യൂബിൾ ആയിട്ടുള്ള ഫോൺ തന്നെയാണ്. ഇപ്പോൾ നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത് ഐക്യു Z9S Pro. ഓക്കെ, ഈ ഒരു ഫോണിൻ്റെ വീഡിയോ ആണ്. ഏകദേശം 24 സംതിങ് റേഞ്ചിലാണ് ഈ ഫോണിൻ്റെ റേറ്റ് വരുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം നല്ലൊരു ഫോണാണ് കേട്ടോ. സോ ഈ ഒരു ഫോണിന്റെ ചെറിയൊരു ഫീച്ചേഴ്സും ഒരു റിവ്യൂ ആണ് നമ്മൾ ചെയ്യുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടെക് അപ്ഡേറ്റ്സും അൺബോക്സിങ്ങും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി ഇപ്പൊ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തത് നല്ലതാണ്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ ഈ ഫോണിന്റെ ഡിസ്പ്ലേ നോക്കുകയാണെങ്കിൽ 6.77 ഇഞ്ചിന്റെ ഒരു AMOLED ഡിസ്പ്ലേ ആണ് നൽകിയുള്ളത്. 120 ഹെർട്സിന്റെ റീഫ്രഷ് റേറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. HDR 10% സപ്പോർട്ട് വരുന്നുണ്ട്. 4500 നിറ്റ്സിന്റെ പീക്ക് ബ്രൈറ്റ്നസ് ലെവലും വരുന്നുണ്ട് കേട്ടോ. 388 pp ആണ് ഇതിന്റെ പിക്സൽ ഡെൻസിറ്റി വരുന്നത്. സോ എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ലൊരു ഡിസ്പ്ലേ ആണ്. സാധാരണ നമ്മുടെ വിവോ ഫോണിലൊക്കെ കണ്ടുവരുന്ന പോലെ തന്നെ അത്യാവശ്യം നല്ലൊരു കളർ കാച്ചിങ് ആയിട്ടുള്ള നല്ലൊരു വൈബ്രന്റ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ തന്നെയാണ് ഇവിടെയും ഐക്യു നൽകിയുള്ളത് കേട്ടോ. പിന്നെ PPI അതായത് പിക്സൽ ഡെൻസിറ്റി കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാമായിരുന്നു. പിന്നെ ഇതിന്റെ ഡിസൈൻ വൈസ് നോക്കുകയാണെങ്കിൽ ഐക്യു 12ന്റെ ഡിസൈൻ നമുക്ക് ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻ ആയിരുന്നു. ആ ഒരു എക്സാക്ട് ഡിസൈൻ എന്ന് പറയാൻ പറ്റില്ല, എന്നാലും അതിനെ കണ്ട സിമിലർ ആയിട്ടുള്ള ഒരു ഡിസൈൻ ആയിട്ടാണ് ഐക്യു Z9 സീരീസും വന്നിട്ടുള്ളത്, Z9S Pro വന്നിട്ടുള്ളത്. പിന്നെ ഇതിന്റെ വെയിറ്റും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ 185 ഗ്രാം വെയിറ്റ് ആണ് വരുന്നത്. അതേപോലെ തന്നെ 7.5 mm ആണ് ഇതിന്റെ തിക്നെസ്സും വരുന്നത് കേട്ടോ. സ്നാപ്ഡ്രാഗൺ 7 Gen 3 എന്നുള്ള ഒരു അടിപൊളി ചിപ്സെറ്റ് ആണ് നൽകിയുള്ളത്. ഒരു 4 നാനോമീറ്റർ ബേസ്ഡ് ഉള്ള ഒരു ചിപ്സെറ്റ് ആണ്. Adreno 720 ആണ് GPU വരുന്നത് കേട്ടോ. പെർഫോമൻസ് വൈസും അത്യാവശ്യം നല്ല രീതിക്ക് ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു ഫോൺ തന്നെയാണ് നമ്മുടെ ഐക്യു Z9S Pro. മാത്രമല്ല ആൻഡ്രോയിഡിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള 14 വരുന്നുണ്ട്. അതേപോലെ തന്നെ വിവോയുടെ ഫൺ ടച്ച് ചോയ്സും 14 ആണ് ഇവിടെ നൽകിയുള്ളത്. പിന്നെ ഇപ്പൊ എല്ലാവരും നോക്കുന്ന ഒരു സംഭവമാണ് ക്യാമറ അല്ല. ഇപ്പൊ ഒരുപാട് 4 ക്യാമറ 5 ക്യാമറ ഒന്നുമില്ല. ഇപ്പൊ വെറും 2 ക്യാമറ ആണ് വരുന്നത്. 50 മെഗാപിക്സലിന്റെ ഒരു പ്രൈമറി ലെൻസും 2 മെഗാപിക്സലിന്റെ ഒരു അൾട്രാ വൈഡ് ലെൻസാണ് വന്നുള്ളത്. അത്യാവശ്യം നല്ലൊരു സെൻസർ, അതായത് ഇവിടെ സോണിയുടെ സെൻസറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ക്യാമറയുടെ ആവശ്യമില്ല. അത്യാവശ്യം നല്ല 2 ക്യാമറ എമ്പാടാണ് കേട്ടോ. ഒരു ടെലിഫോട്ടോ ലെൻസ് ഒക്കെ ഉണ്ടെങ്കിൽ വേറെ ലെവലാണ്. അത് ഈ പ്രൈസ് റേഞ്ചിൽ കിട്ടില്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞോളൂ. അപ്പോൾ ഇവിടെ നമുക്ക് 4K 60 കാര്യങ്ങളൊക്കെ വീഡിയോയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു ക്യാമറ സെറ്റപ്പ് തന്നെ ആയിരിക്കും. 25K ആ റേഞ്ചിൽ എന്ത് ചെയ്യും അത്യാവശ്യം നല്ലൊരു ഔട്ട്പുട്ട് തരുന്ന ഒരു ക്യാമറ തന്നെയാണ് ഇവിടെ ഐക്യു നൽകിയുള്ളത്. മാത്രമല്ല ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനും ഗൈറോ EIS അതായത് ഗൈറോ ഇലക്ട്രോണിക് ഇമേജ് സ്റ്റെബിലൈസേഷനും കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. പിന്നെ ഫ്രണ്ട് ക്യാമറ നോക്കുകയാണെങ്കിൽ 16 മെഗാപിക്സലിന്റെ ഒരു സിംഗിൾ പഞ്ച് ഹോൾ ക്യാമറയാണ് നൽകിയുള്ളത്. അത് 1080p 30 വീഡിയോ മാക്സിമം എടുക്കാൻ പറ്റുന്നത് കേട്ടോ. അതൊരു നോർമൽ ക്യാമറ ഔട്ട്പുട്ട് നിങ്ങൾ പ്രതീക്ഷിച്ചാൽ മതി. പോർട്രേറ്റ് ഒക്കെ കുഴപ്പമില്ലാത്ത രീതിയിൽ നിങ്ങൾക്ക് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാം. ഒരുപാട് ക്വാളിറ്റി നിങ്ങൾ എക്സ്പെക്ട് ചെയ്യരുത്. 5500 mAh ഒരു ബാറ്ററിയാണ് ഇവിടെ നൽകിയുള്ളത്. കൂടാതെ 80 വാട്ടിന്റെ ഒരു പവർഫുൾ ഫാസ്റ്റ് ചാർജിംഗ് നൽകിയിട്ടുണ്ട്. മാത്രമല്ല 7.5 വാട്ടിന്റെ റിവേഴ്സ് വയർഡ് ചാർജിംഗ് നൽകിയിട്ടോ. നമുക്ക് ഈ ഒരു ഫോണിന്റെ വയർ കണക്ട് ചെയ്തിട്ട് വേറെ ഫോൺസും കാര്യങ്ങളൊക്കെ ചാർജ് ചെയ്യാൻ പറ്റും. റിവേഴ്സ് ചാർജിങ് വരുന്നുണ്ട്. പിന്നെ മറ്റുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് വരുന്നുണ്ട്. 3.5 ഹെഡ്ഫോൺ ജാക്ക് വരുന്നില്ല. ഓക്കെ, ഓൾമോസ്റ്റ് എല്ലാ ഫോണിലും വരാത്തതാണ്. സോ ജസ്റ്റ് എടുത്ത് പറഞ്ഞോന്നുള്ളൂ. പിന്നെ 5G ബാൻഡ്സ് നോക്കുകയാണെങ്കിൽ 8 5G ബാൻഡ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഫൈനലി ഇതിന്റെ പ്രൈസും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ 8 GB റാമും 128 GB സ്റ്റോറേജും വരുന്നത് ഇപ്പോൾ കറന്റ് ആമസോണിൽ വരുന്നത് 29,998 രൂപയാണ് ഗീസ്. 2 രൂപയുടെ കുറവുണ്ട് 25,000-ന്. സോ ഇത് ലോഞ്ച് പ്രൈസ് ആയിട്ട് ഏകദേശം 22,000 ആ റേഞ്ചിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ നിങ്ങൾ ബാങ്ക് ഓഫേഴ്സ് ഒക്കെ കൂട്ടിയിട്ട് നിങ്ങൾക്ക് ഒരു 23,000 രൂപ റേഞ്ചിലേക്ക് കിട്ടുകയാണെങ്കിൽ നല്ല രീതിക്ക് വേർത്തായുള്ള ഒരു ഫോണാണ്. സോ നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ചെക്ക് ചെയ്യാം. സോ അപ്പോൾ ഈ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് ഉള്ള ടെക് അപ്ഡേറ്റ്സോ അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺ അൺബോക്സിംഗ് റിവ്യൂസ് ഒക്കെ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരിക്കും നല്ലത്. ഓക്കെ, അപ്പോൾ എന്തായാലും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.